എപിയിലെ 7 MP മാർ രാജ്യസഭാ മെമ്പർമാർ ആണല്ലോ ഇപ്പൊ മാറിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ മാതിരി രാഘവ് ചദ്ദയും സ്വാതി മൽവാലും നമ്മുടെ പ്രിയ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗും അശോക് മിത്തലും അടക്കമുള്ള ആളുകൾ ഈ മാറിയത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഓപ്പറേഷൻ താമര തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും പ്രയോഗിച്ച തന്ത്രങ്ങളുടെ ആവർത്തനമാണ്. അല്ലെങ്കിൽ പുതിയ രൂപത്തിൽ അത് പഞ്ചാബിൽ അവതരിപ്പിക്കും. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇപ്പോഴും കാര്യമായ വേരുകളില്ലാത്ത ഒരു സംസ്ഥാനമാണ്. കാരണം അവിടെ പ്രധാനമായും കോൺഗ്രസും അകാലിദളും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമാണ് അവിടുത്തെ പ്രധാന കക്ഷികൾ. അവിടെ ഏതെങ്കിലും തരത്തിൽ കടന്നു കയറുക. അവർ ഇത് പ്രയോഗിച്ചിട്ടുള്ള പല സ്ഥലങ്ങൾ നമുക്കറിയാം. ഒന്ന് ഗോവയാണ്. ഗോവയിലും മണിപ്പൂരിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള തരികടകൾ പ്രയോഗിച്ച് അവിടെ അധികാരത്തിൽ എത്തുക എന്നത് അത് തന്നെയാണ് പഞ്ചാബിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യസഭാ മെമ്പർമാർ ആരെ ആണ് പ്രതിനിധീകരിക്കുന്നത്? അവരാരും നേരിട്ട് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ല. അവർ നിയമസഭാ അംഗങ്ങളുടെ പിന്തുണയോടെ അവിടെ വന്നിട്ടുള്ള ആളുകളാണ്. ആം ആദ്മി പാർട്ടിക്ക് ഇത്തരത്തിൽ വലിയ നിയമസഭാ കക്ഷി അവരുടെ അംഗത്വം വളരെ കൂടിയ ഘട്ടത്തിൽ ആരെ വേണ്ടി നിൽക്കാം. പക്ഷെ ഇവരെയൊക്കെ രാജ്യസഭാ മെമ്പർമാരാക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. രാഘവ് ചദ്ദ AAPയുടെ വളരെ സ്ട്രോങ് ആയ അവിടുത്തെ വക്താവായിരുന്നു. ഒരുപാട് പ്രാവശ്യം മോഡിക്കെതിരായി നേരിട്ട് വെല്ലുവിളി നടത്തിയിട്ടുള്ള ആളാണ്. വാഷിംഗ് മെഷീൻ, ഡർട്ടി ലീനൻ വാഷിംഗ് മെഷീനാണ് BJP എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹമാണ് മാറിയ ഒരാൾ. അദ്ദേഹത്തിന് കുറെ കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമാണെന്ന് വീണ്ടും സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നാണ് പറയുന്നത്. അതിന് പകരം വെച്ച അശോക് മിത്തൽ ഇപ്പൊ പോയി. അശോക് മിത്തലിനെ നിയമിച്ചപ്പോൾ തന്നെ വലിയ ചോദ്യങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഉയർന്നിരുന്നു. ഉദാഹരണത്തിന്, ഒരു വലിയ വ്യവസായിയാണ് അയാൾ ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിവാദം വന്നിട്ടുണ്ട്. ഹർഭജൻ സിംഗ് വെറും ഒരു പോപ്പുലർ സ്റ്റാറാണ്, ഒരു ക്രിക്കറ്റ് സ്റ്റാറാണ്. അയാൾ എന്തിനാണ് കൊണ്ടുവന്നത് എന്നത്. സ്വാതി മൽവാലും കെജ്രിവാളുമായി മുമ്പ് തന്നെ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും സ്വാതി മൽവാലിനെ അടിക്കാൻ ഗുണ്ടകളെ വിട്ടു എന്ന പരാതി അവർ തന്നെ കെജ്രിവാളിനെതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്ത സംഗതിയാണ്. ഏതായാലും നിയമസഭാ അംഗങ്ങൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ കൂറുമാറുമ്പോൾ അതിൽ ധാർമ്മികതയുടെ വലിയൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ധാർമ്മികത രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. ഓപ്പറേഷൻ താമര നടത്തുന്ന മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ED ഉപയോഗിക്കുക. അപ്പൊ അശോക് മിത്തലിനെതിരെയൊക്കെ ED ഉപയോഗിക്കുക, മലർക്കെതിരെയും കേസ് കൊണ്ടുവരിക. ആ കേസ് ED വാഷിംഗ് മെഷീൻ എന്ന അർത്ഥത്തിൽ കൊണ്ടുവരിക. അതും ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ്. ബംഗാളിൽ സുവേന്ദു അധികാരിയെ വലിയ തോതിൽ വിമർശിക്കുകയും അയാൾ TMCയിൽ നിന്ന്, തൃണമൂലിൽ നിന്ന് നേരെ BJPയിലേക്ക് വന്നപ്പോൾ ശുദ്ധനായി കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിയമത്തിന്റെ വശത്തേക്ക് ഇത് പോവാം. നിയമത്തിന്റെ വശത്തേക്ക് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് കൂറുമാറ്റം നമുക്ക് പറയാൻ കഴിയും. ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, 2/3 ഭാഗം മാറിയാൽ അത് കൂറുമാറ്റമല്ല എന്നാണ് കൂറുമാറ്റ നിയമം. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2/3 ഭാഗം പാർട്ടി പിളർന്ന് മറ്റൊരു പാർട്ടി ആകുന്നത് വരെ ചിലപ്പോൾ അംഗീകരിക്കും. പക്ഷെ അവർ BJPയിൽ പോയി ലയിക്കുന്നത് നിയമപരമായി ശരിയാണോ? മാത്രമല്ല, ഇപ്പോൾ വിപ്പ് കൊടുക്കാനുള്ള അധികാരം പാർട്ടി നേതൃത്വത്തിനാണ്. ഇത് ശിവസേന കേസിൽ ഇത് വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം അംഗങ്ങളല്ല, വിപ്പ് പാർട്ടി ലീഡർഷിപ്പ് ആരാണ്? പാർട്ടി ലീഡർഷിപ്പ് കൃത്യമായും കെജ്രിവാളും മാനുമാണ്, മുഖ്യമന്ത്രി മാനുമാണ്. അപ്പോൾ മുഖ്യമന്ത്രി മാൻ, അതുപോലെ കെജ്രിവാൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള നേതാക്കൾ അവർ കൊടുക്കുന്ന വിപ്പ് ലംഘിച്ചാൽ ഇവരുടെ അംഗത്വം റദ്ദാകുമോ? അങ്ങനെയും ചില സുപ്രീം കോടതി വിധികളുണ്ട്. അങ്ങനെ ഇവരിപ്പോ പോയി വിപ്പ് കൊടുക്കും. ഇവർക്ക് BJP ഗവൺമെന്റിനെ എതിർക്കണം. ഇവർ ചെയ്യുന്നില്ല, അനുകൂലിച്ചാൽ അവരുടെ പോവാം. മൂന്നാമത്, BJP എന്ന പാർട്ടിയിലേക്ക് അവർ വരുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നമുണ്ട്. BJP എന്ന പാർട്ടിയിലേക്ക് എനിക്ക് എൻ്റെ അംഗത്വം വെച്ചുകൊണ്ട് കൂറുമാറാൻ കഴിയും. അങ്ങനെ കൂറുമാറിയാൽ അത് നിലനിൽക്കും. ഇപ്പൊ തീർച്ചയായിട്ടും മാൻ രാഷ്ട്രപതിയെ കാണാൻ അനുമതി തേടിയിട്ടുണ്ട്. കപിൽ സിബാൽ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലെയും അവസ്ഥയിൽ ഓരോ വ്യത്യസ്ത നിലപാടുകളാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളതുകൊണ്ട് ഈ കേസിൽ സുപ്രീം കോടതി എങ്ങനെ നിലപാടെടുക്കും എന്നറിയില്ല. രാഷ്ട്രപതി എന്തെങ്കിലും പ്രത്യേക നിലപാടെടുക്കാൻ സാധ്യതയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അപ്പാടനുസരിക്കുന്ന ഒരു രാഷ്ട്രപതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സ്വതന്ത്രമായ രാഷ്ട്രപതിയുടെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമിത്ഷാ പറയുന്നത് അല്ലെങ്കിൽ മോഡി പറയുന്നതായിരിക്കും രാഷ്ട്രപതി ചെയ്യുക. എന്തായാലും MP-മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജനങ്ങളോട് ഒരിക്കലും ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല. നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ അവരെ തെരഞ്ഞെടുത്ത ആളുകളോടുള്ള MLA-മാരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ മാറിപ്പോയാൽ അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത ചെറുതായിട്ടല്ല ഉള്ളത്. അങ്ങനെ വന്നാൽ അത് BJPക്കും ഈ മാറിയ ആളുകൾക്കും കിട്ടുന്ന വലിയ അടിയായിരിക്കും. കാരണം ഇവരുടെ
ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന ആവശ്യം അംഗീകരിച്ചാൽ, സുപ്രീം കോടതി അംഗീകരിച്ചാൽ ഇവർക്ക് അംഗത്വം നഷ്ടപ്പെടുകയും വേറെ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഇവർക്ക് അവസരം കിട്ടുകയും ചെയ്യും. കാരണം ഇപ്പോഴും നിയമസഭയിൽ ഭൂരിപക്ഷം അവർക്കാണ്. ഇനി MLA-മാരുടെ ഭാഗത്തുനിന്ന് കൂറുമാറ്റം ഉണ്ടായാൽ MLA-മാർ ഓടി കയറി BJP-യിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം അടുത്ത വർഷം തെരഞ്ഞെടുപ്പാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പിൽ MLA-മാർക്ക് BJP ടിക്കറ്റിൽ നിന്ന് ജയിക്കുക അത്ര എളുപ്പമല്ല. അവിടെ അകാലിദളാണ് രണ്ടാമത്തെ കക്ഷി അല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷിയായിട്ട് വരിക. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞാൽ പിന്നെ വരുന്ന അകാലിദളാണ്. അകാലിദളും BJP ഒന്നിച്ച് മത്സരിച്ചിട്ടും അവിടെ പച്ച തൊട്ടിട്ടില്ല. ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ MP-മാർ മാറിയത് കൊണ്ട് അവിടുത്തെ ജനവികാരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, BJP-ക്ക് അനുകൂലമായി. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇവരുടെ അംഗത്വം റദ്ദാക്കപ്പെട്ടാൽ പുതിയ MP-മാർ വരികയും മറുവശത്ത് അവർക്ക് MLA-മാർ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പോയേക്കാം. കാരണം അവിടെ പ്രധാന മറ്റൊരു കക്ഷി കോൺഗ്രസ് ആണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അവർ അങ്ങോട്ട് മാറിയേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ MLA-മാർ എത്ര പേര് മാറിയിട്ടുണ്ട്, ഇടതുപക്ഷത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്ന് UDF-ലേക്ക് മാറിയ MLA-മാർ എത്രയുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് അതിലൊന്നും ഞാൻ അത്ഭുതം കാണുന്നില്ല. ഏതായാലും നിയമപരമായി ഇത് വലിയൊരു തർക്കങ്ങളിലേക്ക് വഴിവെക്കും. BJP-യിലേക്ക് പോരെ ചേരാൻ തീരുമാനിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.